Okay. Okay, tadi ya kaki. നമുക്ക് മുട്ടിക്കാം എവിടെ ഇരുന്നോ ടോക്കൺ നമ്പർ 4 വരട്ടെ. എന്താ എന്ത് പറ്റി? കപ്പക്കെട്ടുണ്ട്, മേലുവേദന ഉണ്ട്, വയറ്റിന്ന് പോണില്ലാന്നല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്താ ഭക്ഷണമൊക്കെ എന്താ കഴിക്കല്? ചോറ് ഉപ്പുമാവൊക്കെ അല്ലേ? നീന്തൽപ്പായം ഒന്നും കഴിക്കണ്ട. നീന്തൽപ്പായം പച്ച കഴിച്ചാലേ വയറുറയ്ക്കും. ഉണ്ടല്ലേ? വെറുതെ അല്ല എന്നാല് വയറുറച്ചത്. പുഴുങ്ങണം, നല്ലോണം പുഴുങ്ങിയതിന് ശേഷം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഓക്കെ, അതായത് ഒന്ന് നോക്കട്ടെ. ശ്വാസം വലിക്കൂ, വലിച്ചുവിടൂ. ചെറിയൊരു കഫക്കെട്ടുണ്ട്. ഒന്നുകൂടെ നല്ല കഫക്കെട്ടുണ്ട്. പിന്നിക്ക് ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അതിനുള്ള മരുന്ന് എഴുതണം അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് അല്ലേ? അപ്പൊ ഞാൻ മരുന്നിന് എഴുതി തരാം. പനി ഉണ്ട് തന്നെ അത് ചെറുങ്ങനെ. എനിക്കൊരു പേരസ്. എന്താ പേരെന്താണ്? ഉമ്മർകോയ. ഉമ്മർകോയ കോയ. മരുന്നിന് എഴുതുന്നുണ്ട്. പിന്നെ ഒരു സർപ്പുണ്ട്. ഇത് വയറ്റിന്ന് പോവാഞ്ഞാൽ കുടിക്കാനുള്ളതാണ്. കണ്ടോ, ഇത് കുടിക്കുക. ഇതൊരു 2 മൂടി കുടിച്ചാൽ മതി രാത്രി. അപ്പൊ സുഖമായിട്ട് വയറ്റിന്ന് പോയിക്കോളും കേട്ടാ. ഇത് എടുത്തോ. പോവാനായില്ല, ഇടയ്ക്ക് പറയട്ടെ. സീറ്റൊന്നും വേണ്ടേ? എന്താത്ത തിരക്ക്? ചില ഡോക്ടർമാരൊക്കെ ഇങ്ങനെ എഴുതി ഓടിച്ചു വിടും. നമ്മളങ്ങനെയല്ല. നമ്മള് രോഗി വന്നാല് രോഗിന്റെ അസുഖം മാറാനല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സമാധാനിപ്പിച്ച് വർത്താനം പറഞ്ഞ് നല്ല ഇതോടെ കൂടെ നോക്കിയാൽ ഞങ്ങളെ രോഗം മാറുള്ളൂ. അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. വീട്ടില് എല്ലാരും ഇല്ലേ നോക്കാനൊക്കെ? നിങ്ങളും ഭാര്യ മാത്രമേ ഉള്ളൂ? ശരി. എന്നാല് അപ്പൊ പറഞ്ഞോളൊക്കെ ചെയ്യാ. വെള്ളമൊക്കെ എങ്ങനെയാ കുടിക്കല്? വെള്ളം നല്ല കുടിക്കണം. വെള്ളം കുറവായാലും വയറ്റിന്ന് പോവില്ല. അതാണ് വയറ്റിന്ന് പോവാത്തത്. വെള്ളം നല്ലോണം ചൂടാക്കി തിളപ്പിച്ചാറിയ വെള്ളം ഒരു ബോട്ടിലാക്കി വെക്കുക. അങ്ങനെ കുടിച്ചു കൊടുക്കുക. ദിവസം നിങ്ങളെ വെയിറ്റിനനുസരിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരു 2.5 ലിറ്റർ വെള്ളം കുടിക്കണം കേട്ടാ. മറക്കണ്ട. അപ്പം അങ്ങനെയൊക്കെയാണ്. ഷീറ്റ് വെക്കണ്. അടുത്ത് വരുമ്പോൾ ഷീറ്റ് കളയരുത്. ഷീറ്റ് കൊണ്ടുവരണോ. ഒരു തരം മരുന്ന് അതാ. ബാക്കി മരുന്ന് പുറത്തേക്ക് എഴുതിയിട്ടുണ്ട് കേട്ടാ. ബാക്കി മരുന്ന് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കോളി.
വടിയൊന്നും വെച്ച് മറക്കണ്ട, നല്ല സുഖമായിട്ട് കുത്തിപ്പിടിച്ച് പോയിക്കോളി. ഓക്കെ ഓക്കെ ശരി. പിന്നാലെ പോയി പിടിച്ചോളൂ. അങ്ങനെ ഇത് പാർട്ട് 4 എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.